ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും മാതാവും അനുവദിച്ചതിനായിട്ട് ഈശോയ്ക്ക് അളവില്ലാത്ത സ്നേഹത്താൽ ഞാൻ നന്ദി പറയിപ്പിക്കുന്നു. എൻ്റെ പേര് സാലി ജെയിംസ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പുഞ്ചക്കാട് സെൻറ്റ് ജോസ് ഇടയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വരാനുണ്ടായ കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു പോയി. അതായത് 2018 കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് എനിക്കൊരു ഉടമ്പടി പത്രം ഒരു ചേച്ചി തരികയുണ്ടായി. ആ പത്രം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു. ഞാനതെവിടെ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൾക്ക് വലിയൊരു അലർജി രോഗങ്ങളുണ്ടാവുകയും പല ഡോക്ടർമാരെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആലപ്പുഴ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് എവിടെയാണ് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ആലപ്പുഴയാണെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും എന്നോട് ചേച്ചി ഇത് തന്നെ ആവർത്തിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാൽ പിന്നെ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞു ഇപ്പം പോകാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വെള്ളപ്പൊക്കമാണെങ്കിൽ സാരമില്ല, മാതാവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പിന്നീട് പോകാമെന്നു. ഞാനങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടതാണ്. പുള്ളിക്കാരത്തി ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, നീ മകളെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് കൃപാസനം? അന്നും പറഞ്ഞാൽ ആലപ്പുഴയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടും, മകളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ചേച്ചി എന്നോട് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, പക്ഷേ കൃപാസനം എന്നൊന്നും മാതാവിനെക്കുറിച്ചും ചേച്ചി പറഞ്ഞിട്ടുണ്ടായില്ല, ജോസഫ് അച്ഛനെ കുട്ടിയാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ച് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. അത് ചേച്ചി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ലടി എന്ന് പറഞ്ഞു. ഞാൻ മാതാവിന് ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് അത്രയൊരു വിഷമായിരുന്നു ഉടമ്പടി പത്രത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടുള്ള വിഷമം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ടോക്കിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ഞാൻ നൊയമ്പ് നോക്കുകയും ഞാൻ കൃപാസനത്തിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് മത്സ്യമാംസം കഴിക്കുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പ്രയത്നം എടുത്തിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ചേച്ചി ഒരു 11 മണി രാത്രിയെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പെങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാലി നാളെ റെഡി ആയിക്കോളൂ, നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ എൻ്റെ അനിയത്തിയെ വിളിച്ച് പറഞ്ഞു. അനിയത്തിക്ക് അതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ടോക്കെല്ലാം കേൾക്കുവാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങൾ ഇവിടെ വരികയും, അപ്പോൾ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി അപ്പോൾ ഞാനിവിടെ വന്ന് ചേച്ചിയോട് പറഞ്ഞു, ഉടമ്പടി ഒന്നും എടുക്കണ്ട, കാരണം ഉടമ്പടി എടുത്താൽ നന്നായിട്ട് ഉടമ്പടി പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞു ചേച്ചി എന്നോട്. അങ്ങനെ പേടിപ്പിച്ചു. എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു 5 മണിയായപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് 2-3 ആൾക്കാരൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണോ കൃപാലയം? ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇത്ര പേരുള്ളോ എന്നൊക്കെ ഞാൻ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നു എന്തായാലും മാതാവിനൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് സോറി പറയണം, കാരണം മാതാവിൻ്റെ വിശുദ്ധ പത്രമാണല്ലോ എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുത്തിയത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപക്കൂട്ടിലാണ് കാണുന്നത്. അപ്പം ഞാൻ എങ്ങനെ പോയി കെട്ടിപ്പിടിക്കും? ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ കെട്ടി വെച്ചൊക്കെ എങ്ങനെ കയറാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ഇവിടെ നിന്ന് മുട്ടേമയിൽ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഞാൻ എന്താണ് വേണ്ടത് എന്ന്. അപ്പം എനിക്ക് മനസ്സിലേക്ക് വന്നു, നീ ഉടമ്പടി എടുക്കുമെന്ന്. അപ്പം ചേച്ചി എന്നോട് കണ്ണുകൊണ്ട് കാണിച്ചു, ഉടമ്പടി എടുക്കണ്ടെന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി തന്നെ ഉടമ്പടി എടുക്കുന്നവർ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഉടമ്പടി എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോളിന്ന് അതെന്താ മോളി എന്ന് പറയുന്നത് എന്തൊക്കെയോ വേണ്ടതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയി. അങ്ങനെ ഇന്ന് ഞാൻ അവിടെ തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നവർ ലൈനായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ടോക്കൺ എടുത്തു, ഉടമ്പടി ക്ലാസ്സിൽ കൂടി. അപ്പം എനിക്ക് ഒരുപാട് എങ്ങനെയാണ് മാതാവിനെ എത്രമാത്രമാണ് സ്നേഹിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു ഓർത്തഡോക്സ് സഭയിലെ എന്നെ RCയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. മാതാവിന് വിശ്വാസമുണ്ടും കൊന്തയൊക്കെ ചൊല്ലുമെങ്കിലും മാതാവിനുള്ള വിശ്വാസവും സ്നേഹവും ആഴപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് വളരുവാനും ഈശോയെ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലയാള അക്ഷരം ശരിക്കും എഴുതാൻ അറിയത്തില്ല. കാരണം എന്നു വെച്ചാൽ ഉപയോഗിക്കാത്തതായതുകൊണ്ട് എനിക്കധികം പഠിപ്പൊന്നുമില്ല. അപ്പോൾ അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞു, നിയോഗങ്ങൾ വെക്കണം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ നിയോഗം? ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ വചനത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ അറിയത്തുള്ളൂ, നിയോഗങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈശോയും മാതാവും നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാമെങ്കിൽ നമുക്ക് വേണ്ട
കൃപാവരം മാതാവിന് അറിയാലോ തരാനായിട്ട്, അതുകൊണ്ട് മാതാവ് ഇത് കൂട്ടിച്ചേർത്തോണം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ 3 മാസത്തേക്കുള്ള അച്ഛൻ്റെ ടോക്കെല്ലാം കേട്ടു, അതിനെല്ലാം കേട്ട് വീട്ടിൽ ചെന്നു. അപ്പം ഞാൻ ഇവിടുന്ന് അപ്പം അച്ഛൻ പറയുണ്ടായി, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ചെറിയൊരു അടയാളം കാണിച്ചു തരണം, എങ്ങനെയാണ് മാതാവ് എൻ്റെ കൂടെ വരുന്നതെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പ്രതിഷ്ഠേന പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട്, വീട്ടിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇതെന്താ ഈ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നത്? അന്നേരം അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇവിടെ മുല്ലപ്പൂ ആരും വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. അന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത്, മാതാവ് എൻ്റെ കൂടെ വന്നു എന്നുള്ളത്. എനിക്ക് അതെ, അപ്പം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ 3 മാസം ഉടമ്പടി ഒന്നും ലംഘിക്കാതെ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ, എനിക്ക് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്തുണ്ടെങ്കിലും എനിക്ക് മീനില്ലാതെ ഒട്ടും ചോറ് കഴിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഞാൻ 3 ദിവസം കടുപ്പിച്ച് മീനില്ലാതെ ഭക്ഷണം കഴിച്ചു. 4-ാം ദിവസം ഞാൻ മീൻ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി 5-ാമത്തെ ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു കടൽ, ഒരു തിരമാല അടിച്ചു വരുന്ന കടൽ, മാതാവിൻ്റെ ഗ്രേ കളറായ ഒരു കടൽ, അതിങ്ങനെ പതഞ്ഞ് ഒരു ചതപ്പിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മീനുകളിങ്ങനെ പെരുകുക. അപ്പം എൻ്റെ മകനും വേറൊരു മോനും കൂടെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വേഗം വലിയ പാത്രം എടുത്തിട്ട് മീനെ പെറുക്കിയിടാം. മീൻ എനിക്ക് ഭയങ്കര ഒരു ആക്രാന്താണ് മീൻ. ആ മീനിങ്ങനെ പറക്കിയിടുമ്പം എന്നോട് പറയാണ്, ആ മോൻ പറയാണ്, ചേച്ചി ഉടമ്പടി എടുത്തല്ലേ, നൊയമ്പ് നോക്കണ്ടേന്ന്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ 3 മാസം നൊയമ്പ് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് ആ മീനും എല്ലാ മത്സ്യമാംസങ്ങളെല്ലാം ഉപേക്ഷിച്ചു. 90 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നൊയമ്പ് നോക്കി തന്നെ നിന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ 25 നൊയമ്പ് ഞാൻ നൊയമ്പ് നോക്കുന്നുണ്ട്. നൊയമ്പ് നോക്കാനോ അതിനൊന്നും എനിക്കൊരു മടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മകൾക്കൊരു കല്യാണം വരുന്നത്. മകൾക്ക് കല്യാണം വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പൈസ പോലും ഇല്ല. അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ആധാരം പണയത്തിലാണ്. അപ്പം അതിന് പലിശയൊക്കെ കയറി 2019 ഓൾറെഡി ആധാരം പണയമായിരുന്നുകൊണ്ട് എടുക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. പെട്ടെന്ന് മോളുടെ കല്യാണം വന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്കുള്ളൊന്നും തരാനൊന്നും പറ്റിയല്ല. അപ്പം ഞാൻ ചോദിച്ചു, സാറ് 1 ലക്ഷം രൂപ കിട്ടിയാലും ഞങ്ങൾ എങ്ങനെ അമ്മയുടെ കല്യാണം, അതും ഞങ്ങൾക്കറിയണ്ട, 1 ലക്ഷം രൂപ കിട്ടാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആധാരം എടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ വേണം എന്ന് ബാങ്കിൽ നിന്ന് പറയുണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒരു പൊടി സ്വർണം പോലും ഇല്ല, എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെങ്ങൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ആധാരം എടുക്കേണ്ട പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി 1 ലക്ഷം രൂപ തരികയും 1 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നേക്കുന്നത്. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്നപ്പം അവർ നോക്കിക്കൊണ്ട് പറയാണ്, 1 ലക്ഷം രൂപ ഒന്നും വേണ്ട കേട്ടോ, 1,02,000 രൂപ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 48,000 രൂപ എവിടെ മാതാവ് കുറച്ച് തന്നു. വളരെയധികം സന്തോഷമായി. അങ്ങനെ ഞാൻ ഇത് എടുത്തുകൊണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും പോയി ശീലമൊന്നുമില്ല, എല്ലാ കാര്യത്തിനും ഭർത്താവാണ്, പോവുകയും സാധനങ്ങളായാലും എല്ലാം കൊണ്ടുവരുന്ന ഭർത്താവാണ്. ഇപ്പോൾ എനിക്കൊന്നുമല്ല, ആകെ ബസ് സ്റ്റാൻഡും എൻ്റെ വീട്ടിൽ പോകാൻ അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം മോളെ കല്യാണത്തിന് ലോൺ എടുക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഈ ആധാരത്തിൽ വിശുദ്ധ തൈലം റുഷ്മ ചെയ്ത് കുരിശടയിട്ട് വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മാനേജറിനടുത്ത് ബാങ്കിലേക്ക് പോയി ചെന്നപ്പോൾ അവർ പറഞ്ഞു, മാരേജ് ലോണൊന്നും ഇവിടുന്ന് കൊടുക്കുകയില്ല, അപ്പം നിങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. അങ്ങനെ 3-ാമത്തെ ബാങ്കിൽ ചെന്നപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോൾ മാതാവ് പറഞ്ഞത്, നീ അങ്ങോട്ട് നോക്ക്, കേരള ബാങ്കിൽ നിന്ന് കാണിച്ചു തന്നു. ഞാൻ അവിടുന്ന് റോഡ് കടന്ന് കേരള ബാങ്കിൽ ചെന്നു. കേരള ബാങ്കിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ വരച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കങ്ങനെ അറിയത്തൊന്നുമില്ല. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, എൻ്റെ മകളുടെ കല്യാണമാണ്, എനിക്കൊരു ലോൺ വേണം എന്ന് പറഞ്ഞു. എന്തിലോ മാരേജ് ലോണൊന്നും ഇവിടുന്ന് കൊടുക്കുകയല്ല. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ 3-4 ബാങ്ക് കയറി ഇറങ്ങി പറഞ്ഞു, സാർ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സാർ പറഞ്ഞു, എന്താ നിങ്ങളുടെ വീട്ടിൽ ആദായങ്ങളൊക്കെ ഉള്ളത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് വീട്ടിൽ ആദായമായിട്ടൊരു തയ്യൽ മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്കൊട്ട് അറിയത്തുമില്ല തയ്ക്കാൻ. ഞാൻ വന്ന് നോക്കട്ടെ, നിങ്ങൾ സൈറ്റ് പ്ലാനൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വില്ലേജിൽ പോയി സൈറ്റ് പ്ലാനൊക്കെ ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ അവിടെ വിലക്കം വന്നു. സൈറ്റ് പ്ലാൻ ചെയ്തൊന്നും ശരിയായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നു, ഞങ്ങളുടെ മെമ്പറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി, ഞങ്ങൾക്കൊന്ന് ഒരു ഹെൽപ്പ് ചെയ്യണം, ഒന്ന് വില്ലേജ് വന്നിട്ട് ഒന്ന് സഹായം ചെയ്യാനായിട്ട് ആ സാറിനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു.
അവരൊരു മടിയും കൂടിയില്ല. അവരെല്ലാവരും മടി പറയുന്ന പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരൊരു മടിയും കൂടെ പറഞ്ഞു, സാലി ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവർ ബാങ്കിലേക്ക് തന്നെ വന്നു. ഞാൻ ചേട്ടൻ വരികയില്ലായിരുന്നു. അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്തായാലും വന്നിരിക്കണം കേട്ടോ, ബാക്കി കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ചേട്ടൻ കൂടെ എനിക്ക് സഹായമായിട്ട് വന്നു. വാക്കുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. ചേട്ടൻ മാറി നിൽക്കുമെന്ന്, ചേട്ടന് ഷേമേടുണ്ട്, അങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ വന്ന് അവിടെ വില്ലേജ് ഓഫീസിൽ പോയി അവർ സൈനൊക്കെ ചെയ്തു തന്നു. എൻ്റെ മുഖത്തോട്ട് നോക്കി, ഈ കുട്ടിയല്ലേ ഇന്നാളിവിടെ വന്നത്, ഞാൻ അവരോട് പറഞ്ഞല്ലേ ഇതൊന്നും ശരിയാകരുതെന്ന് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ ചേച്ചി പറഞ്ഞു, ഈ കുട്ടിയുടെ മകളുടെ കല്യാണമാണ്, അപ്പം നമുക്ക് സാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ അവിടെ നിന്ന് എന്ത് ചെയ്തു, അവരൊരു ഒപ്പിട്ടു. വേറെ അടുത്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് സാർ പറഞ്ഞു, എൻ്റെ വകയും കൂടെ ഒരു ഒപ്പും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിയിട്ട് അങ്ങനെ ഈ ബയോഡാറ്റയായിട്ട് ഞാൻ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, നിങ്ങൾ എന്നെ വിടുകയില്ലല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ എനിക്ക് ലോൺ തരിക എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് പറമ്പൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആകെ 13.5 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ 4 മൂലേൻ്റെ അതിർത്തിയിലെ ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്നൊക്കെ ഓരോരുത്തരെ ഫോൺ വിളിച്ച് അവരെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ സൈറ്റ് വാൻ ശരിയാക്കി. പിന്നെ ആദായമായിട്ട് തയ്യൽ മെഷീനും വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ വന്ന് പൈസ വാങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷമായി. ചേട്ടനെയും കൂട്ടി ഞാൻ പോയി ബാങ്കിൽ പോയി പൈസ വാങ്ങി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും, കാരണം എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു കല്യാണമല്ലേ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരാത്തൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത്. മാതാവ് സമൃദ്ധമായി തരുമെന്ന് പറയുന്നതിലും സമൃദ്ധത്തിന്മേൽ സമൃദ്ധമായിട്ടാണ് എൻ്റെ മകളുടെ ഒരു കല്യാണം, വലിയൊരു വീട്ടിലെ കല്യാണം നടുകയും ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ അവൾക്ക് സ്വർണം കൊടുക്കുകയും നല്ലൊരു മകനെ, ഒരു മിലിറ്ററിക്കാരൻ മകനെ കൊണ്ട് കല്യാണം കഴിക്കാനും സാധിച്ചു. അതിന് ഒരുപാട് മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പിന്നെ കൂടാതെ തന്നെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സഹനം തന്നത്. കാരണം എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണു. എന്നാ വെച്ചാൽ ഞാൻ കുഴഞ്ഞു വീണെന്നൊക്കെ നമ്മൾ ഈ പത്രത്തിലും ടിവിയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവ് കുഴഞ്ഞു വീണത് എൻ്റെ കയ്യിലേക്കാണ്. അപ്പോൾ 2015 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് നീക്കി കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ട് ജോലിക്കൊക്കെ പോകുമായിരുന്നു, വണ്ടി ഓടിച്ച് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 7ാമത്തെ വർഷമാണ് ഈ ഓഗസ്റ്റിൽ, അതായത് നമ്മുടെ ചാണ്ടി സാറിനെ അടക്കുന്ന അന്ന് എൻ്റെ ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണ് ആകെ ഇതായി. ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ചുണ്ടൊക്കെ ഉള്ളിലോട്ട് പോയി, കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുക, ഐസ് പോലെയായി, അതായത് വെട്ടിയിട്ട് താള് പോലെ ആയെന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എന്താണിതിങ്ങനെ, മാതാവ് എനിക്ക് എന്താ ഇങ്ങനെ തന്നെ, ഞാൻ ഉടമ്പടിയിലല്ലേ, ഈശോയും ഞാൻ തമ്മിൽ ഉടമ്പടിയില്ല, പിന്നെ എന്താണ് എനിക്കിതിങ്ങനെ തന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പെട്ടെന്ന് ഉടമ്പടി തൈലം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടമ്പടി തൈലാണ് എടുക്കേണ്ടത്, പപ്പനെ എടുത്തോണ്ടാണ് പോകേണ്ടത്, വണ്ടിയെ വിളിക്കേണ്ടത്, ഒന്നും ഇവർ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ ഉടമ്പടി തൈലം എടുക്കുമെന്ന് പറഞ്ഞു. വേഗം തന്നെ രൂപത്തിനൊരു ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് റൂഷ്മ ചൊല്ലി വിശ്വാസപൂർണ്ണം പ്രഖ്യാപിച്ചുകൊണ്ട്, ഈശോയെ പിന്നെ ദാവീദിന് വിശുദ്ധ തൈലത്തെയും കൊണ്ട് അഭിഷേകം ചെയ്തല്ലേ, മരിച്ച് ലാസനെ ഉയർപ്പിച്ചല്ലേ, എൻ്റെ ചേട്ടനെ ഒന്നും മിണ്ടിപ്പിക്കേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ മാതാവിന് അന്നേരം തന്നെ ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് മോനെ വണ്ടി പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു ഇടവഴിയേ ഉള്ളൂ, അതായത് നടന്നു പോകേണ്ട ഒരു വഴിയുള്ളൂ. ജസ്റ്റ് സ്കൂട്ടി ഒന്ന് നിരക്കി കൊണ്ടുപോയാലാണ് റോട്ടിലോട്ട് കടക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓടി, അപ്പോൾ ഈ സാറിന് മരിച്ച് അടക്കേണ്ട ആയതുകൊണ്ട് എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. ഞങ്ങൾ കരയുന്നതൊന്നും ആരും കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ച് ഓടി വന്നിട്ട്, ചേട്ടനെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവന് എടുത്തിടാനൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും വേണ്ട, എൻ്റെ മോനോട് കൂടെ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ പപ്പേനെ പിടിച്ചിട്ട് റോട്ടിലെത്തിക്കേ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു വണ്ടി തരണേ, ഞങ്ങൾക്കൊരു വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, ആര് ഡ്രൈവ് ചെയ്യും, അവനൊന്നും അറിയത്തില്ലല്ലോ, ഒരു വണ്ടി എങ്ങനെ തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിശയം എന്ന് പറയട്ടെ, ഒരു ഓട്ടോറിക്ഷ, ഞങ്ങൾക്കറിയാത്തൊരു ഓട്ടോറിക്ഷ ആ റോട്ടിൽ കിടക്കുകയാണ്. ഡ്രൈവർ അങ്ങോട്ടും മാറി. ചേട്ടൻ ഈ കൊച്ചി എടുത്ത് കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങൾ വേഗം തന്നെ ചെയ്യുന്നത് വെച്ചാൽ പരിയാരത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ എക്കോയൊക്കെ ചെയ്ത് നോക്കി, ECG ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ജെയിംസിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ക്ഷീണത്തിൻ്റെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചിട്ട് പോരെ, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. പുള്ളിക്കാരൻ ദിവസം ചെന്ന് ഡൗണായി വരുമല്ലാതെ ഒരു ഫലവും കാണുന്നില്ല. വീണ്ടും ഞങ്ങൾ എന്താക്കി, കണ്ണൂർ AKG എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ 5 ദിവസം ICUലിട്ട് കഴിഞ്ഞിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ മൊബൈൽ
ആംബുലൻസ് എന്ന് പറഞ്ഞ നേരം കൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ പരിയാരത്തേക്ക് തന്നെ കൊണ്ടുവന്നു. പരിയാരം ആദ്യം സർക്കാരിൻ്റെ ആയിരുന്നു, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ആയി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ അത്ര ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾക്കാകെ വിഷമായിരുന്നു, ഇത് എന്താവും ഏതാവും ഒന്നുമല്ല. ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം മരിക്കുന്ന രൂപത്തിൽ ഞാൻ ആയിപ്പോയായിരുന്നു. എന്നിട്ട് ചേട്ടൻ അവിടെ കൊണ്ടിട്ട് അവർ 13 ദിവസം ICU കിടത്തി. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഒരു ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ സൈൻ കൊടുക്കണം. അപ്പം മോനോട് സൈൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ തന്നെ സൈൻ ചെയ്തു. എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ തന്നെ ഉത്തരവാദി എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ചേട്ടൻ തന്നെ ഈ ഗ്ലൂക്കോസൊക്കെ കയറ്റി അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയി വന്നു. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് നമ്മൾ ഈ ഡോക്ടർ കണ്ടപ്പോൾ റൗണ്ടിങ്ങിന് വരുമല്ലോ, അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ജെയിംസിന് ഷോക്ക് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ ഷോക്ക് പിടിപ്പിക്കുന്ന എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഊഹിച്ചെടുക്കാനറിയാം. ഹാർട്ടിന് ഇടിപ്പില്ല, അവർക്ക് 2-1 ഷോക്ക് പിടിപ്പിച്ചാൽ. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് ഒരു കാരണത്താലും എൻ്റെ ചേട്ടന് ഷോക്ക് പിടിപ്പിക്കാനിട വരുത്തിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പിറ്റേ ദിവസം പറഞ്ഞു ഷോക്ക് വേണ്ട കേട്ടോ, കുറച്ച് നമുക്കൊന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജെയിംസിന് ഒട്ടും ഇടിപ്പില്ല, ഫേസ് മേക്കർ വെക്കണം എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യുക, 5 ലക്ഷം രൂപയും കൊണ്ട് വാ, എന്നിട്ട് നമുക്ക് ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വാ, നമുക്ക് ഫേസ് മേക്കർ വെക്കാമെന്ന് പറഞ്ഞു. 5 ലക്ഷം പോയിട്ട് 5 രൂപ പോലും ഞങ്ങൾക്ക് ആ സമയത്തില്ല. മോടെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഇങ്ങനെ ഒന്നും വരുത്തിക്കരുതേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? മാതാവ് ഇത് ചെറിയൊരു ബ്ലോക്കിൽ കൂടെ നീക്കിയാൽ മതി, വേറെ ഫേസ് മേക്കർ വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും മാർഗ്ഗമില്ല. അതുകൊണ്ട് മാതാവ് ഇങ്ങനെ ഒന്നും വരുത്തിക്കുന്നത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. വിശുദ്ധ തൈലം എല്ലാ ദിവസവും ഞാൻ ചേട്ടന് നെഞ്ചിലും വിശുദ്ധ എല്ലാം കുരിശാടയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ചേട്ടന് വീണ്ടും അസുഖം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാത്രി എൻ്റെ ആങ്ങളമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വരണം, ഇങ്ങനെ ചേട്ടന് കൂടുതലാണ്, നിങ്ങളൊന്ന് വരണം. അപ്പോൾ പറഞ്ഞു നേരം വെളുക്കട്ടെടി, ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവർ 6 മണിയായപ്പോൾ തന്നെ എല്ലാ ആങ്ങളമാരും വീട്ടിലെത്തി. അവർ ചർച്ചയും കൊണ്ടിരിക്കുവാണ്, എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, തിരുവനന്തപുരം കൊണ്ടുപോകണം, ബാംഗ്ലൂർ കൊണ്ടുപോകണം, ഇങ്ങനെ ചർച്ചയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ ചർച്ചയും കൊണ്ട് നിൽക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം ഞാൻ ചോദിച്ചു മാതാവ് ഒരു വഴി കാണിച്ചു തരണം. മാതാവ് പറ എവിടെ കൊണ്ടുപോയി? ഉടനെ പറഞ്ഞു മംഗലാപുരം ഇന്ത്യാനയിലേക്ക് കൊണ്ടുപോയിക്കോ, ഹാർട്ടിൻ്റെ മെയിൻ ഡോക്ടറാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു വേറെ എവിടെയും കൊണ്ടുപോകണ്ട, ഇന്ത്യാനയെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഇന്ത്യാനയെ കൊണ്ടുപോയി. അവർ നോക്കി എക്കോ ചെയ്തു, ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല, ബ്ലോക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലോക്ക് നീക്കുകയും പിന്നെ ഈ പേസ് മേക്കറിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല, ജെയിംസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അത് നമുക്ക് നീക്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന് ഈശോയ്ക്ക് ബ്ലോക്കായി തന്ന ഈശോയ്ക്ക് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അങ്ങനെ ഇപ്പം പുള്ളിക്കാരന് ചെറിയ ബ്ലോക്ക് നീക്കി നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വചനം കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വചനത്തിന് ഇങ്ങനെ ഈശോ പറയാണ് നീ പോയി ബൈബിൾ വായിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും, ഞാൻ പെട്ടെന്ന് ബൈബിൾ നോക്കിയപ്പം സങ്കീർത്തനം 111 2-ാം തിരുവചനത്തിൽ പറയുന്നതാണ്, കർത്താവ് മഹനീയമാണ്, അവ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉടമ്പടിയെ ദൈവം മാനിച്ചിട്ടില്ലേ? അപ്പം പറഞ്ഞു നിൻ്റെ ഉടമ്പടിയെ ഞാൻ മാനിച്ചിരിക്കുന്നു. ആ ഒരു വചനം എനിക്ക് കേൾക്കാനിടയായപ്പോൾ എനിക്ക് വളരെ എനിക്ക് നെഞ്ചിൽ നിന്ന് എന്തോ ഒരു സാധനം വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ച ഞാൻ പകൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ രാത്രി ആയാലും അതൊക്കെ അത് കണ്ടു തീർക്കും, സാക്ഷ്യങ്ങളും കാണും. ഉടനെ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ ടോക്കിൽ ഇത് തന്നെ പറഞ്ഞ് സഹനത്തിന്മേൽ സഹനം വരുമ്പോൾ കൃപയുടെ മേൽ കൃപ വരുവാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞു. ആ ഒരു വാക്കും ഈ തിരുവചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എനിക്ക് ഭയങ്കരമായിട്ടൊരു എനർജി വന്നു. ഇനി എനിക്കൊന്നും പേടിക്കണ്ട, ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം വന്നു. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി ചേട്ടനെ അവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഫേസ് മേക്കർ വെക്കേണ്ട കാര്യം ഡോക്ടർ അന്ന് പറയാമെന്ന് പറഞ്ഞു. ഇപ്പം 5 മാസമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ 22 വർഷമായ എൻ്റെ ഇയർ ബാലൻസ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിൽ കാണിക്കാത്ത ഡോക്ടർമാരില്ല. മംഗലാപുരം കൊണ്ടുപോയി ഈ CT സ്കാൻ ചെയ്തു, പരിയാരത്തുനിന്ന് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു അടുത്ത് ENT ഡോക്ടറെ കാണിച്ചപ്പം അയാൾ എന്നെക്കൊണ്ട് മടുത്തിട്ട് അയാൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞു സാലി നീ ഇനി വരണ്ട, കാരണം ഈ കിടക്കുന്നോടത്ത് എണിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നീ ഇനി വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ അടുത്ത് പോകാൻ എനിക്ക് മടിയായി.
ഞാൻ ഈ വിശുദ്ധ തൈലമാണ് ഈ 1.5 വർഷം കൊണ്ട് വിശുദ്ധ തൈലം എൻ്റെ ചെവിയിലും തലയിലൊക്കെ റുഷ്മ ചൊല്ലി കുരിശാടനം വെച്ച് വിശ്വാസപ്രമാണം. നേർച്ച വസ്തുക്കൾ നിങ്ങളോട് എല്ലാവരുമായിട്ട് എനിക്ക് പറയാനുള്ളത്, നേർച്ച വസ്തുക്കളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ തൈലം. ഉടമ്പടി കാശുവെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിയുടെ ഒരു സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതിനുള്ളൊരു തെളിവാണ് കാശ് രൂപം. അതിനേക്കാൾ എത്ര ഉപരിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശുദ്ധ തൈലം. വിശുദ്ധ തൈലം നമ്മൾക്ക് എവിടെ വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ ആ വിശുദ്ധ തൈലം വിശുദ്ധ കുരിശടയാളം വിട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, വിശുദ്ധ തൈലത്തെ ചിലവർ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും മക്കൾ നിന്ദിച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് കൊണ്ടുപോയേ ഇത് പരട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട്, ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവ് വിശുദ്ധ തൈലം പരട്ടുമ്പോൾ കൈ കൂപ്പി നിൽക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അത് കൊന്തയെല്ലാം നിന്നിരിക്കത്തില്ല. ഞാൻ കൊന്തയുള്ളുമ്പോൾ ഇവർ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. മൊബൈൽ സത്യം ഞാൻ നിങ്ങളോട് പറയാം, മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഇവർ അപ്പനും മക്കളൊക്കെ ഇരുന്നിട്ട് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ ചേട്ടനെ ഒന്ന് ദൈവത്തിലേക്കൊന്ന് അടുപ്പിക്കാൻ എന്താ വഴി, മാതാവ് ഒന്ന് കൊണ്ടുവരണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറയാം, അത് മാതാവ് ഇടപെട്ടതുകൊണ്ടാണ് ചേട്ടൻ്റെ മൊബൈൽ പൊട്ടിത്തെറിച്ച് പോയി. ഉള്ള കാര്യം ഞാൻ പറയാം, മൊബൈൽ പൊട്ടിത്തെറിച്ച് പോയി. മൊബൈൽ പൊട്ടിത്തെറിച്ച് പോയി. ഇപ്പോൾ ഒരു മൊബൈൽ മേടിക്കാൻ യാതൊരു വഴിയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പം പെങ്ങളുടെ മകൾ പറഞ്ഞു, മാമന് മൊബൈൽ വേണ്ടേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു പൊട്ട മൊബൈൽ കൊടുത്തു. ഈ മൊബൈലും തോണ്ടിക്കൊടുത്തു. ഞാൻ പറയും, ചേട്ടാ ഓർമ്മയുണ്ടല്ലോ മൊബൈൽ പൊട്ടിത്തെറിച്ചത്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലും TV അങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ പാടില്ല. അതെനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ കുടുംബം മൊത്തം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജോസഫ് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പ്രാർത്ഥിക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നും പറയില്ല. പ്രാർത്ഥിക്കാൻ ഇപ്പോൾ തന്നെ TV ആണെങ്കിൽ TV ഓഫാക്കും, മൊബൈൽ മാറ്റി വെക്കും, കൈകൂപ്പിയിരിക്കും എൻ്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടൻ ഏറ്റു ചൊല്ലൊന്നും വേണ്ട, ചേട്ടൻ ഏറ്റു ചൊല്ലൊന്നും വേണ്ട, ചേട്ടൻ ആ മൊബൈൽ മാറ്റി വെച്ചിരുന്ന് കൈകൂപ്പി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എൻ്റെ മക്കളായാലും എൻ്റെ മോനായാലും എൻ്റെ മകളായാലും, അമ്മയ്ക്ക് എന്തിനാണ് ഇവിടെ കൃപാസനത്തിൽ പോകുന്നത്? ദൂർദ് മാതാവ് ഏഴിമല ഇല്ലേ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം. മറ്റുള്ള മാതാവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സാങ്കല്പികമായിട്ടാണ്. അവരൊരു ദർശനത്തിൽ കൂടെയൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടൊക്കെയാണ് അവിടെ അവർ രൂപങ്ങളെ സ്ഥാപിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം. ഇതൊക്കെ ഞാനങ്ങ് പറയും ഇവരോട്. പിന്നെ അവർക്കൊന്നും വാക്കുകളില്ല. അങ്ങനെ മകളും മകനും കൃപാസനത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ മകള് 3 പ്രാവശ്യം ഇവിടെ വരികയും എൻ്റെ മോൻ വരികയും എൻ്റെ ചേട്ടനെ കൊണ്ട് ഞാൻ ഇവിടെ വരുത്തിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടനെ കൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ 4 ഞാൻ ഇവിടെ വരികയും ഇവിടെ വന്നു. അപ്പം ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേട്ടനിങ്ങനെ വയ്യാതെ ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ എൻ്റെ ചേട്ടനെ കൃപാസനത്തിൽ കൊണ്ടുവരാതെ ഞാൻ മത്സ്യമാംസങ്ങൾ കഴിക്കൂല, ഞാൻ ക്ഷീണിച്ച് ഉണങ്ങിക്കോട്ടെ, അത് മാതാവിന് തന്നെയാണ് അതിൻ്റെ മോശം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന് 1.5 മാസത്തിന് ശേഷമാണ് ഞാനിവിടെ ചേട്ടനെ കൊണ്ടുവന്നു. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ മീൻ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ വീട്ടിൽ നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവികമായിട്ട് ഒരുപാട് വളരാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകേണ്ടത്. ഭൗതിക നേട്ടങ്ങളിലൊന്നും ഞാനിപ്പോൾ പറയാം, എനിക്കിപ്പോൾ 49 വയസ്സായി. ഈ 41 വയസ്സിനിടയ്ക്ക് ഇന്ന് വരെയും ഞാൻ ഈശോയുടെ മാതാവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട, സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് അത് വേണം ഇത് വേണം, അല്ല അവർക്ക് അതുണ്ട് ഇവർക്കുണ്ട്, ഞാൻ ഒരു പരാതിയും പറയാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് അറിയാമോ? രോഗങ്ങളും ആപത്തുകളും വരാതിരിക്കട്ടെ എന്നായിരുന്നു. അപ്പം ഞാനിപ്പോൾ ശരിക്കും ചിന്തിക്കുന്നത് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിനായാലും ഇങ്ങനൊരു വന്നത് അവർ ദൈവത്തിലേക്കോട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഇവിടുന്ന് ഒരു കാശ് രൂപവും മോതിരമൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനുണ്ട് ഈ മോതിരം ഇട്ടിട്ട് ഞാൻ രൂപത്തിനെടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ചേട്ടനെ കൊണ്ട് ഈ മോതിരം ഒന്ന് ഇടിയിപ്പിക്കണേ എന്ന് പറഞ്ഞു. സത്യം ഞാൻ പറയാം, ഇടിക്കണേ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മോതിരം അവിടെ കാണുന്നത്, നോക്കുമ്പോൾ ചേട്ടൻ്റെ കൈ കിടക്കുക ഈ മോതിരം. എൻ്റെ കയ്യിനേക്കാളും വണ്ണമുണ്ട്, ഇവിടെ വരെ ഇറങ്ങത്തുള്ളൂ മോതിരം, ഇങ്ങനെ ഇവിടെ വരെയുള്ളൂ, അങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുക. അപ്പോൾ ഇപ്പം എന്നോട് വന്ന് പറഞ്ഞു, നീ അവിടെ നിന്ന് വരുമ്പം എൻ്റെ കൈക്ക് പാകാവുന്ന ഒരു മോതിരം മേടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പം എവിടെ പോയാലും ഉറങ്ങുമ്പോഴും ഒക്കെ ബാത്റൂമിൽ പാകുമ്പോൾ മാത്രം അത് ഊരി വെക്കും, അല്ലാതെ എപ്പോൾ ഫുൾ ടൈം ഈ മോതിരം ഇട്ടും കൊന്ത ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ചേട്ടൻ നടക്കുന്നത്. മോനായാലും പ്രാർത്ഥിച്ചിട്ട് അവന് ചെറിയൊരു ജോലി കിട്ടി. കാരണം ജോലി കിട്ടേണ്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കടങ്ങളിൽ കടമായിട്ടിരിക്കും, ജോലിയായിട്ട് 5-6 മാസമായി എൻ്റെ ഹസ്ബൻഡ് പണിയെടുക്കാൻ പോയിട്ട്. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല, എന്തെങ്കിലും കാണും പോലെ ഒന്നുമല്ല, ജീവിക്കാൻ മാർഗ്ഗമൊന്നുമില്ല, എനിക്ക് തൊഴിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ മാതാവ് എൻ്റെ മോന് ചെറിയൊരു ജോലി, അവന് BCom കഴിഞ്ഞ് ട്രാലിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്, തൽക്കാലം ഞങ്ങൾക്ക് ജീവിക്ക് പോകാനായിട്ട് ബാങ്കിൽ കട അടയ്ക്കണോ. ഞാൻ വാക്ക് കൊടുത്തായിരുന്നു, മാസം 7,000 രൂപ കൊണ്ട് അടച്ചേക്കാന്ന്. വാക്ക് നമ്മൾ പാലിക്കണമല്ലോ. അപ്പോൾ ലോൺ അടയ്ക്കേണ്ട ഒരു പൈസ
ഭക്ഷണത്തിനുള്ള മാതാവ് എവിടെ നിന്ന് നമുക്ക് ഒപ്പിച്ച് തന്നോളും, വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഉണ്ട് എൻ്റെ മോന് പെട്ടെന്ന് തന്നെ പയ്യനൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിന് ഒരു ജോലി കിട്ടി. 13,500 രൂപ ശമ്പളം കിട്ടും. അതിൽ 7,000 കൊണ്ട് അവൻ മാസം അടയ്ക്കും. ബാക്കി അവൻ്റെ പോക്ക് വരവും അത്യാവശ്യം വീട്ടിലൊക്കെ തന്ന് അങ്ങനെ മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ ഇവിടുന്ന് ആദ്യം തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റിയാല. അന്ന് കുടയൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ. ഞാൻ എന്താക്കി, മാതാവ് എന്നെ എവിടെയെങ്കിലും വീഴ്ത്തിയാണ് വീഴിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഈ പത്രം എടുത്തിട്ട് ഞാൻ പള്ളികളിലെ ക്രിസ്ത്യാനികൾക്കൊന്നും ഞാൻ കൊടുക്കില്ല. കാരണം അവർക്ക് ഈശോയെ പറ്റിയൊക്കെ അറിയാം. പിന്നെ അവരെടുത്ത് നമ്മളെ വചനം പറയുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് പേടിപ്പിക്കും. നീ എന്നെ എല്ലാവരും അറിയുന്നില്ലേ, നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോന്നൊന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എന്താക്കി, ഹിന്ദുക്കളുടെ അടുത്താണ് നമ്മൾ കൂടുതലും പോവുക. അപ്പോൾ അവരെടുത്ത് പോകുമ്പം ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് ഈശോയുടെ ജനനം മുതൽ മരണം വരെ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ചോദിക്കും, ഈശോ എന്ന് പറഞ്ഞാൽ ആരാ, ഈശോ എങ്ങനെയാണ് ജനിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കും. മാതാവിനെ അപ്പം ഇങ്ങനെ എല്ലാം പറഞ്ഞ് 1 മണിക്കൂറോടെ ഒരു പത്രം കൊടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് വചനം പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് പേര്, ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു മോള്, പുള്ളി ഒരു ഹിന്ദുവാണ്. പുള്ളി എന്തോ ഒരു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നൊരു കൊച്ച് ഇവിടെ ഉണ്ടായി, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഇരിക്കും. ഞാൻ ചോദിച്ചു, മോളെ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ചേച്ചി എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടതാ, എനിക്ക് എവിടെ പോക്കടില്ല, റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് ഞാൻ അവൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതായ പൈസ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞു, നീ ആദ്യം പോയി ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിച്ചിട്ട് വന്നു. എന്നിട്ട് പത്രം കൊടുത്തിട്ട് വചനങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ ഉടമ്പടി എടുക്കണം, നിൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് സാധിക്കുന്നു പറഞ്ഞു. അമ്മേ ഞാൻ എടുക്കാം. ഞാൻ എൻ്റെ അഡ്രസ്സും അവളുടെ നമ്പർ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തു. അപ്പോൾ നമുക്ക് അറിയണോ, തെളിവാണല്ലോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ കളവാണോ പറയണതെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ അവിടെ നിന്ന് ഉടമ്പടി എടുത്ത് എന്തൊക്കെ കിട്ടി. അന്നേരം പറഞ്ഞു, ഒരു പ്രാർത്ഥന പുസ്തകം കിട്ടി, ഒരു കാശുരൂപം കിട്ടി, തൈലം കിട്ടി, തിരി കിട്ടി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതേപോലെ ഈ ശേഷി കണ്ടിട്ട് ഞാൻ ചോദിച്ചു, മോളെന്താ ഇവിടെ ഇരിക്കുന്നത് എന്നും പറഞ്ഞു. ഇതന്നെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഉടമ്പടി പുതുക്കിയോ? അന്നേരം പറഞ്ഞു, ചേച്ചി പുതുക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് നല്ലൊരു അനുഭവം കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും പോയിട്ട് ഉടമ്പടി പുതുക്കണേ എന്ന് പറഞ്ഞു. ഉടമ്പടി പുതുക്കണേ എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് പുള്ളിക്കാരി എടുക്കുന്നില്ല. കുറേ വട്ടം ഞാൻ വിളിച്ചു, പക്ഷേ പുള്ളി താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കാരുണ്യ പ്രവൃത്തി പത്രങ്ങളെല്ലാം കൊടുക്കും. വചനം തന്നെ പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലേക്കാളും കൂടുതൽ ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ ഓട്ടോറിക്ഷക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ കൂടെ ഒക്കെ നടന്നാണ് ഞാൻ കൊടുക്കാറ്. അങ്ങനെ ഒക്കെ നടന്ന് വചനം പറഞ്ഞെല്ലാം കൊടുക്കും. പത്രങ്ങളൊക്കെ ടപ്പേന്ന് പറഞ്ഞ് കൊടുത്ത് തീർക്കും. എത്രയാണോ വേണ്ടാന്ന് പറഞ്ഞൊരു ലാസ്റ്റ് കൈവിട്ട്, ചേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറയും. എനിക്കൊന്നും വേണം. ഞാൻ പറഞ്ഞു, നീയല്ലേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്, ഈ മാതാവിനെ നിന്ദിക്കാൻ പാടില്ല, ഇപ്പം നിനക്ക് എന്താ തോന്നിയത് എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. പിന്നെ ഒരു കൊച്ചു പറഞ്ഞു, ചേച്ചീനെ കാണാൻ ഇടയാതെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഞാൻ മരിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണ്, ഹോട്ടലിൽ നിന്നാണ് കാണുന്നത്. ഒരു ഹോട്ടലിൽ ഇങ്ങനെ കൊച്ചു ധൈര്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിച്ച് മാതാവ് എന്നെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ കുട്ടിയുടെ അവസ്ഥകളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യേ, ഇത് വായിക്കേ, ഈ സാക്ഷ്യങ്ങൾ മൊത്തം വായിച്ചിട്ട് മോൻ ഉടമ്പടി എടുക്കണം, പോയിട്ട് മോൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നുണ്ട് പറഞ്ഞു. എനിക്ക് താങ്ക്സൊക്കെ പറഞ്ഞ് ഷേക്കൻ്റൊക്കെ തന്നു പറഞ്ഞു, ചേച്ചിന് ഇന്ന് എനിക്ക് കണ്ടുമുട്ടി ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേരെ, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ആങ്ങളേനെ, മകളെ, എൻ്റെ അനിയത്തിനെ, എൻ്റെ ചേച്ചീനെ അവരൊക്കെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരൊക്കെ കുറേ പേര് ഈ ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ പേര് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രം, ഈയിടെ ഞാൻ പള്ളിയിൽ പോയപ്പം കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരെ എൻ്റെ ഇടവപ്പള്ളി തന്നെയാണ്. ഒരു മൂലയ്ക്ക് അലസലമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് കുറച്ച് പേപ്പർ, ഒരു കെട്ടുപാത്രത്തോടെ മേലെ ഉണ്ട് കാണുമ്പോൾ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞാൻ ആ പത്രമൊക്കെ കുടഞ്ഞൊക്കെ എടുത്ത് എൻ്റെ ബാഗിലിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലും ഇവിടെയൊക്കെ കൊടുത്ത് ഗവൺമെൻറ് ക്യാൻസർ രോഗികളെ കണ്ടു. അവർക്ക് പറ്റുന്ന സഹായം, എനിക്കാവുന്ന വലിയ ഫുഡ് മേടിച്ച് കൊടുക്കും, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, അതുപോലെ തന്നെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ കൂടാതെ തന്നെ എൻ്റെ ജീവിതാന്ത്യം വരെയും ഞാൻ ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ ഈശോയുടെ മാതാവിനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാലിക്കും.